തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറില്ലേ? അത് പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്തെന്നോ, ധാരാളം കോളുകളാണ് വരുന്നത്. +2 ശേഷം ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ്, MBBS കോഴ്സ്, BSc നഴ്സിംഗ് കോഴ്സൊക്കെ ഡൊണേഷൻ കൊടുത്ത് നമുക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം, എവിടെയൊക്കെയാണ് മാനേജ്മെൻറ്റ് സീറ്റുകളുള്ളത്, ഇപ്പോഴേ ബുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മളൊരു +2 ശേഷം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മാർക്കുകൾക്ക് അടിസ്ഥാനമായി ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഡൊണേഷൻ കൊടുത്ത് കോഴ്സുകൾ കരസ്ഥമാക്കാം. പക്ഷേ ഒരു BTech കോഴ്സിന് മാർക്കില്ലാത്തൊരു കുട്ടി പഠിക്കാൻ ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ആ കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സപ്ലികളിലൂടെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് ധാരാളം കാണാൻ പറ്റും. അതൊരു എഞ്ചിനീയറിംഗ് കോഴ്സിന് മാത്രമല്ല, അത് മെഡിക്കൽ MBBS പ്രൊഫഷനിലേക്കും മറ്റുള്ള ഏത് കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികളുടെ സ്ട്രഗ്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ടാലൻറ്റ് അല്ലെങ്കിൽ സ്കില്ല് ഏത് മേഖലയിൽ ജോലി ചെയ്യാനാണ്, അതിനർഹതപ്പെട്ട ഒരു കോഴ്സിലേക്ക് എത്താൻ അവരുടെ മാർക്കിനെ ഓറിയൻറ്റഡായി നമ്മൾ കൃത്യമായ ഒരു ഡയറക്ഷൻ തീരുമാനിക്കുക. പരീക്ഷ എടുക്കുന്ന സമയത്ത് പ്രഷർ ചെയ്ത് നമുക്ക് കുറച്ച് മാർക്ക് കൂട്ടാൻ സാധിക്കാം. പക്ഷേ വലിയ ഒരു ചേഞ്ച് ഒന്നും ഫൈനൽ എക്സാമിനേഷനിൽ പ്രഷർ കൊടുത്ത് നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ല. ഇങ്ങനെ നമ്മൾ പ്രഷറുകൾ കൊടുത്ത് മാർക്ക് കൂട്ടി വാങ്ങിയാൽ തന്നെ ഒരു 80% മാർക്ക് നിൽക്കുന്ന ഒരു കുട്ടിക്ക് അതിനർഹതപ്പെട്ട കോഴ്സുകൾ കൊടുക്കുക. എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ എന്ന് മാത്രമല്ല ലോകത്തിൽ കോഴ്സുകളുള്ളത്. ധാരാളം മേഖലകളുണ്ട്. ഡിസൈനിങ് കോഴ്സുകളുണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്, മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്, ഡിസൈനിങ് കോഴ്സുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നമുക്കറിവുള്ളതും അറിവില്ലാത്തതുമായ ധാരാളം സാധ്യതകൾ, കരിയർ ഓപ്ഷൻസ് കൃത്യമായിട്ട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കി നല്ല നല്ല കോഴ്സുകൾ നമുക്ക് അർഹതപ്പെട്ടത്, നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് എത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെടുക്കാൻ പറ്റുന്നത് കൃത്യമായി നമ്മൾ കാണിച്ചു കൊടുത്താൽ ആ മേഖലകളിൽ അവരെ വിജയിപ്പിക്കാനും സന്തോഷത്തോടെ ആ പ്രൊഫഷൻ അവർ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നതും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു കോഴ്സ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ വിദ്യാർത്ഥികളും കരിയർ എക്സ്പേർട്സും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.